ഹലോ ഗൈസ്, എല്ലാം മച്ചന്മാർക്കും ബണ്ണി ടിക്കീസിന്റെ മറ്റൊരു കിടിക്കാച്ചി ഗെയിം പ്ലേ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. വെൽക്കം ബാക്ക് ടു മൈൻക്രാഫ്റ്റ്. കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഗെയിമിലോട്ട് കയറുന്നത്. ചെറുതായിട്ടൊന്ന് ബിസിയായി. ഒന്നും പറയണ്ട. ഓക്കെ, അപ്പോൾ ഇനി ബിസിയും കുഴപ്പമൊന്നുമില്ല. ഇനി ഡയറക്റ്റ് ഗെയിം പ്ലേയിലോട്ട്. എങ്ങനെ ഡയറക്റ്റ് ഗെയിം പ്ലേയിലോട്ട്? അതും പുതിയ സീരീസായിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയ സീരീസ് ഹാർഡ് കോർ സീരീസ്, ചാവാനായിട്ടുള്ള സീരീസ്. ആൻഡ് വെറും ഹാർഡ് കോർ അല്ല, മോഡേൺ ഹാർഡ് കോർ. ഇത് കുറച്ച് പഴയ വെർഷനാണ്. പഴയ വെർഷൻ എടുത്താലേ നമുക്ക് പല മോഡ്സും വർക്കാവത്തുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു മോഡ് പാക്ക് ഈ ഒരു വെർഷൻ എടുത്തത്. 1.20 സംതിങ് എന്തോ ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് സാധനങ്ങളൊന്നും ഇതിലില്ലെങ്കിലും ഒരുപാട് വെറൈറ്റി ഐറ്റംസ്. ഇതിൽ പൂമ്പാറ്റ കണ്ട. പൂമ്പാറ്റ ആക്ച്വലി ഒരു മോബാണ്, ജസ്റ്റ് ഇതൊരു എൻറ്റിറ്റിയാണ്. ഒരു പർട്ടിക്കുലറായിട്ട് ഇങ്ങനെ പോവല്ല, ഇതൊരു എൻറ്റിറ്റിയാണ്. സോ അതുപോലത്തെ ഒരുപാട് ഐറ്റംസ് ആണ് ഈ ഒരു സീരീസിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഹാർഡ് കോർ സീരീസിനകത്ത് നിങ്ങൾ കാണാൻ പോകുന്നത്. ആനിമേഷനൊക്കെ കണ്ടല്ല, സെറ്റല്ലേ, ഒന്നും പറയാനില്ല. പിന്നെ ഇതിനകത്ത് ബാഗുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ വരും എപ്പിസോഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമ്മൾ സ്പോൺ അയക്കുന്നത് ഒരു ബീച്ച് സൈഡിലെ സ്വാമ്പിനകത്ത്. ഇത് എന്തൊരു സ്പോണടേ, ഇങ്ങനെയൊക്കെ സ്പോൺ ഉണ്ടാവുമോ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്പൂണൊക്കെ കാണുന്നത്. വോട്ടെവർ. നമുക്കപ്പോൾ ഇനി മരം വെട്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ വേൾഡ്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി വുഡും കൂടി വേഗം അങ്ങ് കട്ട് ചെയ്തിട്ട് നമ്മളെ പരിപാടി നോക്കാം. നമ്മളിന്ന് വില്ലേജ് കണ്ടുപിടിക്കാൻ നോക്കാം അല്ലേ? ഹാർഡ് കോർ ആണ്, അപ്പോൾ ഒരു വില്ലേജൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സുരക്ഷിതരായി എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. മനസ്സിലായ? ഇത് കണ്ട ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ പെട്ടതാണ്, പിന്നൊരു തിരിച്ചുവരവില്ല. കണ്ട, അപ്പോൾ നമ്മളെ കൊല്ലാനായിട്ട് ഒരുപാട് പേരുണ്ട്. നമ്മൾ സൂക്ഷിച്ചും കണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ചാവും. ഹാർഡ് കോർ ആണ് ഈ സീരീസ്. വേറെ 2 എപ്പിസോഡ് ഉണ്ടാകേണ്ടി തീരും. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം, വെരി കെയർഫുൾ എന്ന രീതിയിലായിട്ടിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പിക്കാക്സ് അങ്ങ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് നേരെ മൈൻ ചെയ്തിട്ട് സ്റ്റോൺ അങ്ങ് എടുക്കാം. ഞാനത് മറന്നുപോയല്ലോ. സാൻഡിന് താഴെ എത്ര കുഴിച്ചാലും നമുക്ക് ഇതേ കിട്ടത്തുള്ളൂ, മറ്റേ സാൻഡ് സ്റ്റോൺ. അപ്പോൾ അതിനെക്കുറിച്ച് മറന്നു. ഓക്കെ, നമ്മളങ്ങനെ സ്റ്റോൺ ഏജിലോട്ട് മാറിയിരിക്കുകയാണ്. സ്റ്റോൺ മൊത്തം നോക്കാൻ കളക്ട് ചെയ്യാൻ. ഓക്കെ, ഇടയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പഠിക്കുന്ന പോലത്തെ ഫീലൊക്കെ വന്നാലും മൈൻഡ് ചെയ്യേണ്ട. അത് ഒരാഴ്ചയായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടാതിരുന്നതിൻ്റെ പേരിൽ നാക്ക് കിടന്ന് ഇതാവുന്നതാണ്. സോ അതാരും മൈൻഡ് ചെയ്യേണ്ട. 2 ദിവസം കഴിഞ്ഞാണ്ട് ശരിയായിക്കോളും. ഓക്കെ, 2 ദിവസം കഴിഞ്ഞാണ്ട് ശരിയാവും. സോ നമ്മളിങ്ങനെ സ്റ്റോൺ ഏജിലോട്ട് മാറി, സ്റ്റോൺ ടൂൾസിലോട്ട് മാറി. അപ്പോൾ ഇനി വില്ലേജ്. അപ്പോൾ വില്ലേജ് തപ്പിയുള്ള യാത്ര നമ്മളൊരു റീപ്ലേ പോലെ, ഒരു വെറൈറ്റി സാധനം. ഞാൻ ഇതുവരെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. എന്ത് സ്വാമ്പാണല്ലോ ഇതെന്ത് സാധനം? ഇതെന്ത്? എടാ ടർട്ട്, ആമയാടാ, ആമ. നമുക്ക് ഫുഡ് വേണം. പിഗ് ബ്രോ പ്ലീസ്, താങ്ക് യു ഫോർ ദ ഫുഡ്. ഇത് സ്വാമ്പാണ്, ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടത്തുള്ളൂ. സ്വാമ്പിനകത്ത് ഈ മോഡിലായാലും ഒക്കെ പെട്ടെന്ന് മോബ്സ് ഒക്കെ. ഈ തുമ്പിയുടെ സൗണ്ട് കേട്ടെങ്കിൽ പേടിയാവുന്നുണ്ട് കേട്ടോ. ഒരു വിച്ച് ഹട്ടല്ലേ കാണുന്നത്? അതിനകത്തൊരു വിച്ചല്ലേ ആയിരിക്കുന്നത്? അതെ, ഒരു വിച്ച് തന്നെയാണത്. അപ്പം നമുക്ക് ആ ഭാഗത്തേക്കേ പോകണ്ട, മനസ്സിലായ? ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ മൈൻഡ് പോലും ചെയ്യാൻ നിൽക്കരുത്. പണി കിട്ടും. ചില്ലറ പണിയൊന്നുമില്ല, 8ന്റെ പണി കിട്ടും. 8 16ന്റെ പണിയാണെങ്കിൽ കിട്ടും. ഇത് പെട്ട് മാൻ നമ്മളെ അടിക്കൂലായിരിക്കും അല്ലേ? ഇല്ല, അവന്മാര് പേടിച്ചോടത്തേ ഉള്ളൂ. പക്ഷെ കൊടുക്കത്തെ സ്പീഡായി പോയി. എടാ പോലെടാ, ഫുഡ് വേണോ എനിക്ക്? ഓക്കെ, കിട്ടി. ഒന്നും കൂടി ഉണ്ടാവും, ഒരുത്തനും കൂടി ഉണ്ടെന്നല്ല. എവിടെ അതേക്കുന്നു? ഓടരുത്. ഓക്കെ, ഒരടിക്കന്നെ തീർന്നു. ഞാൻ വേഗം ഫർണസ് ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. കാരണം കണ്ടല്ലോ, എൻ്റെ ഹങ്കർ ഇപ്പം തന്നെ കിടന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുക. സോ ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് വുഡൊക്കെ അങ്ങോട്ട് കളക്ട് ചെയ്തിട്ട് വെച്ചേക്കാം. നമുക്ക് ആവശ്യമുണ്ട് വുഡ്. നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനമാണല്ലോ, അതൊക്കെ എപ്പോഴും യൂസ് ആവുന്ന സാധനമാണ്. ഞാൻ എന്തൊക്കെയാടാ ഈ പറയുന്നത്?
മൈൻഡ് ചെയ്യണ്ട. ഇതൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് പോകാനുള്ളതാണ് ഈ സാധനങ്ങളൊക്കെ. എന്തൊക്കെയോ വായി തോന്നി വിളിച്ച് പറയുകയാണ് ഞാൻ. ഇതാണ് കറക്റ്റ് ടൈമിൽ വീഡിയോ ഇടാത്തതിൻ്റെ കുഴപ്പമാണിത്. പിന്നെ ഇതിനകത്ത് ഫർണിച്ചർ മോഡുണ്ട്, തുടങ്ങിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നാച്ചുറലിസ്റ്റ്, ഫർണിച്ചർ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അതെ ഇത് ബാഗ് ഇതല്ല ബാക്ക്. ഇതേ ഹോഴ്സ് ട്രാവലർ, ഹോഴ്സിൻ്റെ ആണ്. ഓക്കെ. ഓ ലെതർ ആർമറൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഹോഴ്സിന് വേണ്ടിയിട്ട്. ഇത് മീൻ, വെറൈറ്റി മീൻ. കടിക്കുമോ എന്നെ? കടിക്കാൻ ചാൻസ് ഉണ്ട്. പരസ്പരം കടിക്കുന്നുണ്ട്. അപ്പൊ എന്നെയും കടിക്കും. വേണ്ട, എനിക്ക് മീൻ വേണ്ട. ഓ നോ, നൈറ്റായി. ഇതിന്റെ ഉള്ളിലോട്ട് പോയാൽ പെട്ട് കേട്ടാ. അറിയാലോ, ഡാർക്ക് ഓക്ക് ആണ്. ഡാർക്ക് ഓക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഫുൾ ഡാർക്കാണ്. പറയുമ്പോഴേ ഡാർക്ക്. എന്താ വണ്ടി സ്റ്റാർട്ട് ആക്കിയ എഞ്ചിൻ കിടന്ന് ഇതാവുന്ന പോലെ. ഞാൻ ഒന്ന് പേടിച്ചു പോയി കേട്ടോ. 15 minutes later. യെസ്, ഞാൻ രക്ഷപ്പെട്ടു. നമ്മൾ രക്ഷപ്പെട്ടു. സ്കെൽറ്റന്റെ കൈ കണ്ണിപ്പെടാതിരുന്ന മാത്രം മതി. നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. നമ്മുടെ രക്ഷകന്മാരെത്തി ഗൈസ്. യെസ്. അയ്യോ സ്കെൽറ്റ നോ. അയ്യോ, ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുമ്പോ തൊട്ടടുത്ത് കൂടെ ഒക്കെ പോകുന്ന പോലെ ഫീൽ ചെയ്യുന്ന. സ്കെൽറ്റ നോ. ഓടിക്കോ അണ്ണാ, ഗോലണ്ണാ. തുറക്കണ പന്നി വാതില്. ഞാൻ വരാൻ നേരത്താണ് അടച്ചിരുന്നത്. അല്ല പിന്നെ ഞാൻ വരാൻ നേരത്തെ അടച്ചിട്ടേക്ക് നിർത്തേണ്ടി. എടാ വാതിൽ തുറക്കല്ലേ, അടച്ചേക്കടാ. സ്നോ വില്ലേജ് ആകുമ്പോഴുള്ള പ്രശ്നം എന്താ പറയാ, നമുക്ക് ഒരു സാധനം ചെയ്യാൻ പറ്റൂല. ഫുഡ് ഉണ്ടാവൂല, തുടങ്ങിയ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഹെവി റിസ്കിൽ പെടും അണ്ണാ. ഞാൻ എന്തിനാ ഇത്രയും തോനെ വെക്കുന്നതെന്നും ചോദിക്കരുത്, ഒരു പേടി കൊണ്ട് വെച്ചതാ. ഓക്കെ, 3 അയണോ? എന്തൊരു പരിപാടിയാടാ, 3 അയൺ. 3 എണ്ണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? നമ്മുടെ ബെഡ്റൂക്കിൽ പെയ്ഡ് ആയിട്ട് കിട്ടുന്ന മോഡുണ്ടല്ലോ, അതിൻ്റെ എന്താ പറയുക, ജാവ വെർഷൻ. ജാവയിൽ ഇത് ഫ്രീ ആണ്, പെയ്ഡ് കാര്യങ്ങൾ. ഇവിടെ മാർക്കറ്റ് പ്ലേസും തുടങ്ങിയ സാധനങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇതിവിടെ എല്ലാം ഫ്രീ ആണ്. നമ്മൾ മോഡറിന്തോ അല്ലെങ്കിൽ സ്പോജോ തുടങ്ങിയ ഏത് ഇത് കയറിയാലും ഈ പറഞ്ഞ മോഡ്സൊക്കെ നമുക്ക് കിട്ടും. ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഗുണം ജാവയ്ക്കുണ്ട്. ബെഡ്റോക്കിൻ്റെ പക്ഷേ എന്താ വെച്ചാൽ ഒക്കെ നമ്മൾ പെയ്ഡ് എടുക്കേണ്ടി വരും. ഇനി ക്രാക്ക് എടുത്താലും ഇപ്പോൾ പുറത്തുനിന്ന് നോക്കി എവിടെയെങ്കിലും കിട്ടി വെച്ചു നാച്ചുറലിസ്റ്റിൻ്റെ, എന്നാലും നിങ്ങൾക്ക് കളിക്കാനായിട്ട് പറ്റില്ല. കാര്യം എന്താ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലൈസൻസ് വേണം. അങ്ങനത്തെ ഒരു സംഭവം. ഇത് എന്താണത്? എത്ര ലാൻഡാണോ നിങ്ങൾ തൂക്കുന്നത്? ഇത് വേറെ വില്ലേജ്. അപ്പോൾ ഈ സൈഡിൽ ഇവിടെ ഒരു വില്ലേജ്, അവിടെ ഒരു വില്ലേജ്. ഓക്കെ, അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. നൈസ്. ഇവിടെ നമ്മൾ താറാവ്. ഈ താറാവ് നമ്മൾ കണ്ടിട്ടില്ല കേട്ടാ. കുറെ കാലം താറാവ് ഇറച്ചി കഴിക്കണം. ഈ സ്നോയിൽ എങ്ങനെയാ താറാവ് എന്നാണ് ഞാൻ ചിന്തിക്കണം. ഓക്കെ, RIP ഫോർ ഗോലോണ്. എന്താണത്? ഞാൻ ഇപ്പൊ സ്നോയിൽ പെട്ടാ. ഇത് വല്ലാത്തൊരു പെടലായി പോയി കേട്ടോ. ഈ സ്നോയുടെ ഒരു ഇതെന്ന് പറഞ്ഞാല്, സ്നോയിൽ പെട്ടതൊരു വല്ലാത്ത പ്രശ്നമായിപ്പോയി. ഇത് എത്ര ദൂരം ഉണ്ടോ എന്തോ. ഫ്രീ ക്യാം ഇല്ലാത്തതുകൊണ്ട് അത് നോക്കാൻ പറ്റില്ല. ഇനി വേണമെങ്കിൽ ഞാൻ റീപ്ലേ ഇറങ്ങി നോക്കേണ്ടി വരും. അതുമ്പോഴേക്ക് ഞാൻ ഇപ്പോൾ തൽക്കാലം നിൽക്കുന്നില്ല. മരത്തിൻ്റെ മുകളിൽ കൂടെയാണ് ചാടി പോണത്. ഒന്ന് കാലെറ്റിയാ വീഴു. പേടിച്ചു പോയി, കാല് തെറ്റിന്ന് വിചാരിച്ച്. തെറ്റി പ്രാവശ്യം തെറ്റി, സെലിപ്പായതാടു. ഇതാ സെയിം വില്ലേജ് അല്ല എടാ. 3 വില്ലേജ്, 3 സ്നോ വില്ലേജ് ആണ് ഈ ഒരു ഏരിയയിലുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ്. എന്തായാലും ഞാൻ ഇവിടുത്തെ ഗോലത്തിനെ കൊല്ലാൻ നിൽക്കുന്നില്ല, അത്യാഗ്രഹമായി പോകില്ല അത്. ഈ വില്ലേജെങ്കിലും സേഫ് ആയിട്ടിരുന്നോട്ട്. ഇവിടുന്ന് ഞാൻ എൻ്റെ ജേണി കൊണ്ടുപോട്ട്. എനിക്ക് പ്ലെയിൻസ് മതി, ഇവിടെ ഒന്നും വേണ്ട. ഒരു നല്ല പ്ലെയിൻസ് കിട്ടുന്നത് വരെ ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. സോ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങോട്ട് എത്തട്ടെ. 1 hour later. അങ്ങനെ ഞാനിപ്പോൾ ഒരു വില്ലേജിലെത്തി. ആൻഡ് ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ് ഞാൻ ഇതിൻ്റെ ബാക്കി റെക്കോർഡ് ചെയ്യുന്നത്.
നമ്മളൊരു വില്ലേജിലെത്തി ആൻഡ് ഞാനൊരു ബേസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീപ്ലേ മോഡ് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഓക്കെ, അപ്പം ഞാൻ എത്തി ഈ വില്ലേജിൽ. ഇവിടെയായിട്ട് ആ റീപ്ലേയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു വില്ലേജേഴ്സ് വന്നിട്ട് അവന്മാരെ തല്ലേണ്ടി വന്നു, തല്ലിക്കൊല്ലേണ്ടി വന്നു. പിന്നെയാണ് ഞാൻ ഓർത്തത് ഇതിനകത്ത് ഓമിനസ് ബോട്ടിലൊന്നുമില്ല, ഡയറക്റ്റ് റൈഡാണ്. അപ്പോൾ റൈഡ് സ്റ്റാർട്ടായി. ഞാൻ ഒരുത്തനെ കൊല്ലേണ്ടി വന്നില്ല, ബാക്കിയുള്ളവന്മാരൊക്കെ എങ്ങനെ ചത്തെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഗോലം തല്ലിക്കൊന്നതായിരിക്കും, പക്ഷെ ഗോലത്തിന് ഡാമേജ് ഒന്നും കിട്ടിയിട്ടില്ല. സോ മേ ബി അവന്മാർ നിന്ന് ഡീസ്പോണായി പോയതാവാനേ ചാൻസ് ഉള്ളൂ. ഇത് ബാക്കിയുണ്ട, അവിടെ ഓടുന്നുണ്ട് അവന്മാർ. ഒരു മിനിറ്റ്, സൗണ്ട് ഓക്കെ സെറ്റാണ്. അപ്പോൾ അവന്മാർ അവിടെ കിടന്ന് ഓടിക്കളിക്കുന്നുണ്ട്. അവന്മാരവിടെ കിടന്ന് ഓടിക്കളിക്കട്ടെ, എനിക്ക് വയ്യ ഞാൻ അവന്മാരുടെ അടുത്ത് പോയി അടി കൊണ്ട് ചാവാനായിട്ട്. അറിയാലോ, ഹാർഡ് കോറാണ് ഇപ്രാവശ്യത്തെ ഹാർഡ് കോർ. എങ്കിലും എനിക്കൊരു 100 ഡേയ്സ് ഒക്കെ കൊണ്ടുപോയി സെറ്റ് ആക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ ബേസ്. ഈ ഒരു വീട് ഈ വീട് ചിലപ്പോൾ നിങ്ങൾ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ വീട് ഉണ്ടാക്കാനുള്ള ഒരു റീസൺ എന്താ വെച്ചാൽ എനിക്ക് ഈ വീട് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ ഷോർട്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സാധനം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കണക്റ്റഡ് ഗ്ലാസ് ഒക്കെ ആയിട്ട്. ഇത് കണക്റ്റഡ് അല്ല, ഇത് കണക്റ്റ് ആവുന്നില്ല. ഞാൻ ഈ 3 പാക്ക് ഇത് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് ഈ സാധനം വർക്ക് ആവുന്നില്ല. എന്താണെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ചിലപ്പോൾ ഈ വേർഷൻ്റെ കുഴപ്പമായിരിക്കാനാണ് ചാൻസ്. വാട്ടെവർ. അപ്പോൾ കണക്റ്റഡ് ഗ്ലാസ് നോക്കില്ല. അപ്പോൾ ഇതാണ് ആ ഒരു വീട് അടിപൊളിയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് ഏരിയ, ഇതാണ് നമ്മുടെ സ്റ്റോറേജ് ഏരിയ. ഫുള്ള് ചെസ്റ്റൊക്കെ കൊണ്ടുവന്ന് വെക്കാനായിട്ടുണ്ട്. നമ്മൾ വെക്കും. ആൻഡ് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബാൽക്കണി. ഇതിവിടെ നമുക്കിങ്ങനെ ഇരിക്കാനൊക്കെ പറ്റി. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈ മെഴുകുതിരി എന്നിട്ട് ഊതിക്കട്ടെ ഊതുണ്ടായി. ഓക്കെ, അങ്ങനെ നമുക്ക് ഊതിക്കെടുത്ത്. പിന്നെ മുകളിൽ ലീവ്സ് ഉണ്ട്, ബെറ്റർ ലീവ്സ്. അത് ഞാൻ ഇട്ടായിരുന്നോ? അതുണ്ടോ ഇതിനകത്ത്? ഇല്ല. അപ്പോൾ അതും കൂടി ഇടണം കേട്ടോ, ബെറ്റർ ലീവ്സ്. അതും കൂടി ഇടണം, എന്നാലേ ഒരു നൈസ് ആവത്തുള്ളൂ. എൻ്റെ ഇവിടെ നമ്മുടെ ബെഡ്റൂം എന്നിട്ട് ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്ലീപ്പ് ചെയ്യുക. ഇവിടെ വന്ന് നിന്നാൽ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനായിട്ട് പറ്റും. ഭയങ്കര രസമാണ്. ഈ ഒരു വീട് ടോട്ടലി പറഞ്ഞാൽ അടിപൊളിയാണ്. മനസ്സിലായി? എനിക്ക് കണ്ടപ്പോൾ തന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ ഒരു ഫാം ലാൻഡ് ഉണ്ട്. ഫാം ലാൻഡിലെ ഫാം ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് ആനിമൽസിനെ കൊണ്ടുവന്നിടണം. എന്നിട്ട് ഇതാക്കിയിട്ട് ഫുഡിന് വേണ്ടിയിട്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. രാത്രി അയ്യോ അടക്കടാ. ഓക്കെ, ഗുഡ് നൈറ്റ്. അങ്ങനെ നമ്മൾ ഇതിപ്പോൾ എത്രാമത്തെ ദിവസമാണെന്നുള്ളത് പോലും എനിക്ക് അറിയാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഗീസ്. ഇതിൽ നമുക്ക് കാണിക്കൂ. ആ മിനി ഹഡ് മോഡാണെങ്കിൽ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ആവുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഓക്കെ, കാണാനില്ല ഗീസ്. വേറെ ഏതെങ്കിലും മോഡ് പാക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുത്തിടാം. ഞാൻ മിനി ഹഡിനകത്ത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ ഇതിൽ വേണ്ട. തലവേദന പിടിച്ച പണിയാണ് ഈ സാധനം സെറ്റ് ചെയ്യുന്ന പറഞ്ഞത്. ഓക്കെ, അപ്പം ഈ ഒരു സംഭവം നമ്മൾ സെറ്റാക്കി എൻ്റെ ബേസ് ഇതേ അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട് നിങ്ങളെ റേറ്റ് ചെയ്യുക ഈ ഒരു ബേസിനെ കുറിച്ച്. അപ്പോൾ ഇതാണ് ബേസ്, റേറ്റ് ചെയ്തോളൂ. ഇനി എൻ്റെ വരും ദിവസങ്ങളിലെ പരിപാടി എന്തൊക്കെയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയൺ ഫാം. കാര്യം അയൺ ഫാം അല്ല, ബ്രീഡർ ആണല്ലോ അല്ലേ ആദ്യം സെറ്റ് ചെയ്യേണ്ടത്, മറന്നുപോയി. ബ്രീഡർ ഉണ്ടാക്കണതേ ഇവിടെ തന്നെ ഒരു ബ്രീഡർ അങ്ങോട്ട് സെറ്റ് ആക്കണം. ഇവിടെ ഇപ്പം 3 എണ്ണം ഉണ്ട്. ഇതിനൊക്കെ തല്ലിക്കൊന്നിട്ട് വേഗം തന്നെ ഇവിടെ ഒരു ബ്രീഡർ സെറ്റ് ആക്കണം. കാര്യം ഇവന്മാരും കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ്. വേറെ വില്ലേജസ് ഇവിടെ ഇല്ല. പിന്നെ ഞാൻ വേറെ വില്ലേജ് തപ്പി പോകണം. നമ്മൾ എത്ര ദൂരം ഓടിയിട്ടാണ് ഒരു വില്ലേജ് നമുക്ക് കിട്ടിയത്. എത്ര വില്ലേജസിൻ്റെ അണ്ണാക്കി കൂടെ നടന്നിട്ടാണ് ഒരു നല്ലൊരു വില്ലേജ് നമുക്ക് കിട്ടിയത്. ഇതാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം. ഇതിങ്ങനെ ഒരു പുഴ പോലെ, ഇങ്ങനെ പുഴയല്ല, ഇത് ഒരു കുളം പോലെ ഇങ്ങനെ കിടക്കുന്നതും. പിന്നെ ഈ ഏരിയ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സെറ്റാണ്. ഇനി ഈ വീടൊക്കെ തല്ലി പൊളിച്ച് ഇവിടെ മൊത്തം ഫാം ആക്കണം. ഇവിടുത്തെ ബെഡും ഈ വർക്ക് സ്റ്റേഷനൊക്കെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ടൊരു അയൺ ഫാം, ഇവിടെ ഒരു ബ്രീഡർ തുടങ്ങിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു ഏരിയ നമ്മൾ സ്വന്തമാക്കി എടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ പ്ലാൻ. സോ പ്ലാൻ പോലെ നമ്മൾ ചാവാതെ എല്ലാം നടന്നു പോയാൽ മതിയായിരുന്നു.
ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.